നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സിൽ നിന്ന് മൈക്രോ ഇക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ് ടോപ്പിക് ആയിട്ട് എടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് പല വിധത്തിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. PPC അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ വിവിധ ഭാഗങ്ങൾ, അതായത് MOCയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വെച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് നമ്മുടെ വിവിധ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ചിത്രം തന്നിട്ട് അല്ലെങ്കിൽ കർവ് തന്നിട്ട് അതിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 രൂപങ്ങളിൽ ഈ ചോദ്യം നമുക്ക് സാധാരണ കണ്ടിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും അവസാനം വരെ കാണുകയും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. PPC ആണ്, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അപ്പോൾ PPCയെ നമ്മൾ മറ്റ് 2 പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ വൺ വേർഡ് തന്നെ നമുക്ക് വന്നു കഴിഞ്ഞു. PPC ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം വരാം. PPC ഈസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, ദാറ്റ് ഈസ് PPF, ഓർ പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ്, ദാറ്റ് ഈസ് PTC. ഓക്കെ, അപ്പോൾ PPC, PPF, PTC എന്നീ 3 രീതിയിൽ നമുക്കിതിനെ പറയാവുന്നതാണ്. ഒന്നുകൂടെ പറയാം. PPC is also known as production transformation curve or production possibility frontier. The production possibility curve developed by P.A. Samuelson. Production possibility curve developed by P.A. Samuelson. Paul A. Samuelson ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വൺ വേർഡ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഡെവലപ്ഡ് ബൈ ഡാഷ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വരാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഡെവലപ്ഡ് ബൈ P.A. സാമുവൽസൺ, അതായത് പോൾ എ സാമുവൽസൺ ആണ് PPC ഡെവലപ്പ് ചെയ്തത്. PPC എന്ന് പറയുന്ന ആ ഒരു തിയറി അല്ലെങ്കിൽ ആ കർവ് ഡെവലപ്പ് ചെയ്തത്, ഉണ്ടാക്കിയെടുത്തത് പോൾ എ സാമുവൽസൺ ആണ്. സാമുവൽസൺ ആണ് ആ കർവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 2 രീതിയിൽ നമ്മൾ പറഞ്ഞു. PPC ഈസ് ഓൾസോ നോൺ ആസ് PTC ഓർ PPF. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ P.A. സാമുവൽസൺ. PTC എന്നും PPF എന്നും അറിയപ്പെടുന്നു. ഈ PPC അല്ലെങ്കിൽ ഇത്തരം കർവുകൾ ഡെവലപ്പ് ചെയ്തത് പോൾ എ സാമുവൽസൺ ആണ്, അല്ലെങ്കിൽ P.A. സാമുവൽസൺ ആണ്. ഇനി എന്താണ് PPC എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് വിച്ച് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ്. എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ്, PPC ഈസ് ഡിഫൈൻഡ് as the locus of points of combinations of 2 goods. Locus of points of combinations of 2 goods which an economy can produce with the available resources. ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഒരു എക്കോണമിയിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന 2 വസ്തുക്കളുടെ അല്ലെങ്കിൽ 2 സാധനങ്ങളുടെ അവൈലബിൾ റിസോഴ്സസിനെ അല്ലെങ്കിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച്, ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന 2 സാധനങ്ങളുടെ അളവുകളെ ചേർത്തു വരച്ചാൽ ലഭിക്കുന്നതാണ് PPC അല്ലെങ്കിൽ PTC എന്നുള്ളത്. ഓക്കെ, അപ്പൊ PPC എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്ര റിസോഴ്സസ് ഉണ്ടോ ആ റിസോഴ്സ് എല്ലാം ഉപയോഗിച്ച് ആ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 2 സാധനങ്ങളാണെന്നാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ 2 സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വസ്തുക്കൾ എത്രത്തോളം ഏതെല്ലാം കോമ്പിനേഷൻസിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമോ അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കോമ്പിനേഷൻസിനെ സൂചിപ്പിച്ചു വരയ്ക്കുന്ന ഒരു കർവാണ് PPC എന്ന് പറയുന്നത്. Okay, PPC defined as the locus of points of combinations
of two goods which an economy can produce with the available resources എന്നാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് സാധനങ്ങളുടെ അളവുകളെ ചേർത്തു വരച്ചാൽ കിട്ടുന്നതാണ് PPC. ഇത്രയാണ് കർവിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ തിയറിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷനിൽ കൊടുത്തത്. ഒന്ന്, PPC ഈസ് ഓൾസോ നോൺ ആസ് PTC ഓർ PPF. രണ്ടാമത്തെ സെന്റൻസ്, ഇറ്റ് ഡെവലപ്ഡ് ബൈ PA സാമുവൽസൺ. മൂന്നാമത്തെ സെന്റൻസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് an economy can produce with the available resources. ഇങ്ങനെ 3 പോയിന്റ്. ഓക്കെ, അപ്പോൾ PPC എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക. ശേഷം an imaginary PPC curve can shown below എന്ന് എഴുതിയിട്ട് നമ്മളൊരു PPC കർവും കൂടെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ PPC കർവിന്റെ ഒരു പ്രത്യേകത, PPC കർവ് എന്താണ്, കോൺകേവ് ഷേപ്പ് ആയിരിക്കും. എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു കോൺകേവ് രൂപത്തിൽ, അതായത് മുന്നിലോട്ട് തള്ളി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ഷേപ്പിൽ കർവ് വരയ്ക്കുന്നു. ഓക്കെ, ഈ കർവ് ഇങ്ങനെ കാണുന്ന ഈ ഒരു മുന്നിലോട്ട് വളഞ്ഞു നിൽക്കുന്ന രൂപത്തിലുള്ള കർവിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിന്റെ ആകൃതിയാണ് കോൺകേവ് എന്നുള്ളത്. ഓക്കെ, കോൺകേവ്. ഓക്കെ, മറക്കണ്ട, PPCയുടെ ഷേപ്പ് എന്താണ്, കോൺകേവ് ആണ്. മറ്റൊരു വൺ വേർഡ് ആണ് PPC, ഷേപ്പ് ഓഫ് PPC എന്ന് ചോദിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഷേപ്പ് ഓഫ് PPC എന്ന് ചോദിച്ചാൽ, താഴെ തന്നിരിക്കുന്നതിൽ PPCയുടെ ഷേപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതെന്താണ്, അത് കോൺകേവ് ആണ്. എന്താണ്, കോൺകേവ് ആണ്. മനസ്സിലാക്കുക, PPCയുടെ ഷേപ്പ് കോൺകേവ് ആണ്. അപ്പൊ തിയറി ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഇറ്റ് ഈസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് with the which an economy can produce with the available resources. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് സാധനങ്ങളുടെ അളവുകളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്നതാണ് PPC. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ കർവും കൂടെ ഇവിടെ കാണിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, കർവ് മാത്രം മതിയോ, അതിന്റെ ഒരു ഷെഡ്യൂൾ വേണ്ടേ എന്നുള്ളത്. ഷെഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഷെഡ്യൂൾ നോക്കിക്കൊണ്ട് നമുക്ക് കർവ് വരയ്ക്കണം നിർബന്ധമില്ല. ജസ്റ്റ് നിങ്ങൾ കർവ് കൊടുത്താൽ മതി. ഇമാജിനറി പിന്നെ കർവും കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ പകർത്താവുന്നതാണ്. ഷെഡ്യൂൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളത്തിൽ 2 പ്രോഡക്റ്റ് ആണ്. സെക്കൻഡ് കോളം, തേർഡ് കോളം ഓരോരോ പ്രോഡക്റ്റ് ആണ്. കാരണം 2 ഗുഡ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഗുഡിന്റെ പേര് എഴുതാം. റൈസ്, വീറ്റ്, അല്ലെങ്കിൽ ഫുഡ്, ഗണ്ണ്, എന്തും എഴുതാം. ഓക്കെ, അപ്പൊ അതിന്റെ അളവുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു വസ്തുവിന്റെ അളവ് കൂടുതലിൽ നിന്ന് കുറവിലേക്ക് എഴുതുകയും മറ്റൊരു വസ്തുവിന്റെ അളവ് കുറവിൽ നിന്ന് കൂടുതലേക്ക് എഴുതും വേണം. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം വരാൻ. ഓക്കെ, പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ സാധ്യതകളാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്, ഒന്നാമത്തെ കോളത്തിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഉൽപാദന സാധ്യതകൾ എന്ന് എഴുതും. ഉൽപാദന സാധ്യതകൾ നമുക്ക് A മുതൽ E വരെ കൊടുക്കാം. ABCDE 5 സാധ്യതകൾ, അതായത് 5 രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാം. 5 അല്ല, എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ 5 എണ്ണമാണ് കൊടുക്കുന്നത്. അപ്പൊ 5 രീതിയിൽ നമ്മൾ ഈ വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏതൊക്കെ? ഇപ്പോൾ എക്സാമ്പിൾ റൈസും അതുപോലെ തന്നെ വീറ്റും ആണെങ്കിൽ റൈസും വീറ്റും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് 5 രൂപങ്ങളിലാണ് അല്ലെങ്കിൽ 5 സാധ്യതകളിലാണ്. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വിഭവം എത്രയാണെന്ന് നമ്മൾ ഇവിടെ പറയുന്നില്ല, അതായത് റിസോഴ്സ് എത്രയാണെന്ന് പറയുന്നില്ല. പക്ഷെ ആ റിസോഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ 2 തരം പ്രോഡക്റ്റ് ആണ് നിർമ്മിക്കുന്നത്. ആ 2 പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അതിന്റെ അളവുകൾ, അതിന്റെ ക്വാണ്ടിറ്റീസ് നമ്മൾ ഇവിടെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. A എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ റൈസ് 10 ആണ്, അതേ സമയത്ത് വീറ്റ് 0 ആണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് നമ്മളുടെ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ 2 വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ റൈസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അത് 10 യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, 10 യൂണിറ്റ് വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതേസമയം അവിടെ മാക്സിമം നമ്മളുടെ കയ്യിലുള്ള ആ റിസോഴ്സ് മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ട് റൈസ് ആണ് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അതേ സമയത്ത് വീറ്റിന്റെ യൂണിറ്റ് എത്രയാണ്? 0 ആണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വിഭവവും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഈ റൈസിന്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ
സ്വാഭാവികമായിട്ടും വീറ്റിന്റെ അളവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇ എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ നോക്കൂ, പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഇ എന്നുള്ളതിൽ അവിടെ റൈസിന്റെ അളവ് 0 ആണ്, അതുപോലെ തന്നെ വീറ്റിന്റെ അളവ് 4 ആണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നേരെ തിരിച്ചാണ്. അതായത് എല്ലാ വിഭവങ്ങളും അതായത് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവവും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? റൈസിന് പകരം വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ വീറ്റിന്റെ അളവ് നമ്മൾ 4 ആയിട്ട് കിട്ടി. അതായത് എല്ലാ വിഭവങ്ങളും ലഭ്യമായിട്ടുള്ള എല്ലാ പൈസയും അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവവും ഉപയോഗിച്ചുകൊണ്ട് വീറ്റ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അവിടെ 4 യൂണിറ്റ് വീറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതേസമയം റൈസിന്റെ അളവ് എന്താണ്? 0 ആണ്. മനസ്സിലാവുണ്ടോ? ഇതാണ് രണ്ട് എൻഡുകൾ, എക്സ്ട്രീമുകൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ മുഴുവനായിട്ടും ഒരു വസ്തുവിന് വേണ്ടി രണ്ട് വസ്തുക്കളിൽ ഒന്നിനു വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം എത്ര ഉപയോഗിക്കാമെന്നും അപ്പോൾ രണ്ടാമത്തേത് 0 ആണെന്നും നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ബി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിലേക്ക് പോകുമ്പോൾ റൈസിന്റെ അളവ് അവിടെ 9 ആയിട്ട് കുറയുന്നു. കാരണം വീറ്റിന്റെ അളവ് 1 യൂണിറ്റ് അവിടെ കൂട്ടി. എന്താ വീറ്റിന്റെ അളവ് 0യിൽ നിന്ന് 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? റൈസിന്റെ അളവ് 1 യൂണിറ്റ് അവിടെ കുറച്ചു. അതുപോലെ സീല് നോക്കൂ, വീറ്റിന്റെ അളവ് 2 യൂണിറ്റ് ആയിട്ട് ഉയർത്തുമ്പോൾ അതായത് വീറ്റിന്റെ എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അതിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ മറ്റൊരു വസ്തുവിന്റെ അളവ് നമ്മൾ എന്ത് ചെയ്യും? അതായത് റൈസിന്റെ അളവ് അവിടെ നമ്മൾ കുറയ്ക്കുന്നു. അങ്ങനെ 10 യൂണിറ്റ് നിന്ന് നമ്മൾ 9 യൂണിറ്റ് ആയിട്ട് കുറയുന്നു. കാരണം വീറ്റിന്റെ അളവ് 1 യൂണിറ്റ് ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. വീറ്റിന്റെ അളവ് 2 യൂണിറ്റ് ആയിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അവിടെ റൈസിന്റെ അളവ് സി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ 7 ആയിട്ട് കുറയുന്നു. അതുപോലെ ഡി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിൽ പിന്നെ വീറ്റിന്റെ അളവ് 3 ആയിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ റൈസിന്റെ അളവ് 4 ആയിട്ട് കുറയുന്നു. അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും ആ ഒരു എക്കോണമി ഏതാണ് ആ എക്കോണമി എങ്കിൽ ആ എക്കോണമിക്ക് ഏറ്റവും അനുഗുണമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ ഏതായിരിക്കും? അതായത് രണ്ട് വസ്തുക്കളും ഏകദേശം തുല്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ഏതിലാണ്? ഡി എന്ന് പറയുന്ന ഉൽപാദന സാധ്യതയിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, നോക്കി മനസ്സിലാക്കുക. കാരണം ഇവിടെ നിന്നൊക്കെ പരമാവധി ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെ മുൻപേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞതാണ്. അപ്പൊ പുതിയ പുതിയ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത്തരം ചോദ്യങ്ങൾ നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. ഈ ടേബിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കർവ് വരയ്ക്കാവുന്നതുമാണ് കേട്ടോ. എക്സ് ആക്സിസിൽ നമ്മൾ എന്തിന്റെ അളവ് കൊടുക്കുക? വീറ്റിന്റെ അളവ് എക്സ് ആക്സിസിൽ കൊടുക്കുക. വീറ്റിന്റെ അളവ് റൈസിന്റെ അളവ് നമ്മൾ വൈ ആക്സിസിൽ ഈക്വൽ ആയിട്ട് എഴുതി വെക്കുക. ഇവിടെ നമുക്ക് 0, 4, 7, 9, 10 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് അതേ അളവിൽ എഴുതാതെ 0, 2, 4, 6 അങ്ങനെ ഒരു ഈക്വൽ ഡിഫറെന്റ് നമ്പേഴ്സിലായിട്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കണക്ട് ചെയ്തിട്ട് വേണം അത് വരയ്ക്കാൻ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വരച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഒരു പിന്നെ PPC കർവ് വരച്ചു വെച്ചാലും മതി. ഇപ്പൊ നിങ്ങളോട് പിന്നെ PPC എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നു, അതിന്റെ ഒരു കർവ് വരയ്ക്കാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. കർവ് വരയ്ക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട. എക്സും വൈയും വരച്ചിട്ട് അവിടെ ജസ്റ്റ് ഒരു കോൺകേവ് രൂപത്തിൽ ഒരു കർവ് വരച്ചു വെച്ചാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഇനി ഇതിനോട് കണക്ട് ചെയ്ത് വരുന്ന രണ്ട് ടോപ്പിക്കുകളാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതുപോലെ തന്നെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും ഉണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്, ഞാൻ അതും കൂടെ ഇതിനോട് കണക്ട് ചെയ്ത് പറയാം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ടേബിളിനെ പറ്റി പറയണ്ടായി. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഉൽപാദനം കൂട്ടാൻ വേണ്ടി മറ്റൊരു വസ്തുവിന്റെ അളവിലുണ്ടാകുന്ന ആ ഒരു സാക്രിഫൈസിങ്ങിന് പറയുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഹാസ് ബീൻ സാക്രിഫൈസ്ഡ് ഓർ ഫോർഗോൺ എന്നുള്ളതാണ്. എന്താണ്? അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ OC എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് OCക്ക് കിട്ടുന്ന പോലെയാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു ഏറ്റവും നല്ല ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സാധ്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വസ്തു നല്ലൊരു സംഗതി നമ്മൾ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ OCക്ക് കൊടുക്കുക, അതായത് വെറുതെ കൊടുക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സൗകര്യങ്ങൾ. അപ്പൊ ഈ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ചൊരു സൗകര്യം കിട്ടാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് ആ പുതിയ സൗകര്യം തേടി പോകുന്നു. അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടി മറ്റൊരു ഉൽപ്പന്നത്തിന്റെ അളവ് എന്ത് ചെയ്യും? പരിത്യജിക്കും അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യും. അതിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. മലയാളം അതാണ്. ഓക്കെ, ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടി മറ്റൊരു ഉൽപ്പന്നത്തിന്റെ അളവിലുണ്ടാകുന്ന പരിത്യാഗം, ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടി മറ്റൊരു ഉൽപ്പന്നത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന പരിത്യാഗത്തെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ
അതിന് മലയാളം എന്താണ്, അവസരച്ചെലവ് അല്ലെങ്കിൽ അവസരാത്മക ചെലവ് എന്ന് പറയും. അവസരച്ചെലവ് അല്ലെങ്കിൽ അവസരാത്മക ചെലവ് എന്ന് പറയും. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമ്മൾ ആ ടേബിളിൽ കണ്ടു എന്ത്, അതായത് വീറ്റിന്റെ അളവ് 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടി റൈസിന്റെ അളവ് 10ൽ നിന്ന് 9 യൂണിറ്റ് ആയിട്ട് കുറയ്ക്കുന്നു എന്ന് കണ്ടു അല്ലെ. വീറ്റിന്റെ അളവ് എത്രത്തോളം നമ്മൾ കൂട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളെ റൈസിന്റെ അളവ് താഴേക്ക് ഇങ്ങനെ കുറച്ച് വരികയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ആ രീതിയിൽ ആണ് ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇത് 1 വേർഡ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, അല്ലെങ്കിൽ 2 മാർക്കിന്റെലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ചോദിക്കാം, ഡിഫൈൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ചോദിക്കാം. ഇറ്റ് ഡിഫൈൻഡ് ആസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് എന്നാണ് ചോദ്യം ഉണ്ടാവുക. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഹാസ് ബീൻ സാക്രിഫൈസ്ഡ് ഓർ ഫോർഗോൺ. സാക്രിഫൈസ്ഡ് ആ വാക്ക് കണ്ടാൽ തന്നെ ഉറപ്പിച്ചോ അതെന്താണ്, അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. സാക്രിഫൈസ് ചെയ്യാന്നാൽ തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരിക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുമായി കണക്ട് ചെയ്ത് പറയാവുന്നതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ്. മാർജിനൽ എന്ന് പറഞ്ഞാൽ അതിന് മീൻ മനസ്സിലാക്കിയാൽ മതി. മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ എന്നാണ് അർത്ഥം. മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ എന്നാണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് ആണ്. ഓക്കെ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സീമാന്ത അവസര ചെലവ്, അതാണ് മലയാളം. അല്ലെങ്കിൽ സീമാന്ത അവസരാത്മക ചെലവ് അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ മലയാളത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ MOC അല്ലെങ്കിൽ MOC എന്ന് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ MOC എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് ഇറ്റ് ഇസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് സാക്രിഫൈസ്ഡ് ടു പ്രൊഡ്യൂസ് ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് അതർ ഗുഡ്. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു എക്സ്ട്രാ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്ന നമ്പർ ഓഫ് സാക്രിഫൈസ്ഡ് ഗുഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടി മറ്റൊരു ഉൽപ്പന്നത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന പരിത്യാഗം. നേരത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ 1 യൂണിറ്റ് കൂട്ടാൻ എന്നുള്ള 1 യൂണിറ്റ് എന്നുള്ളത് മാത്രം അതിൽ എക്സ്ട്രാ വരുന്നുള്ളൂ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടി, അങ്ങനെ പഠിച്ചത്, ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടി മറ്റൊരു ഉൽപ്പന്നത്തിന്റെ അളവിൽ ഉണ്ടാകുന്ന പരിത്യാഗം. MOC എന്താണ്? MOCയിൽ പറയുന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ 1 യൂണിറ്റ് കൂട്ടാൻ വേണ്ടി മറ്റൊരു ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന പരിത്യാഗം. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല തിയറീസിൽ. ഓക്കെ, പക്ഷെ മാർജിനൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ചോദിക്കാവുന്നതാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ അത് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ടേബിള് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ട പ്രൊഡക്ഷൻ പോസിബിലിറ്റീസുമായി കണ്ട ആ ടേബിൾ തന്നെയാണ്. അതിൽ എങ്ങനെയാണ് MOC കാണുക എന്നുള്ളതാണ്. അപ്പോൾ അത് 2 അളവുകളെ തമ്മിൽ, അതായത് നമ്മളെ റൈസും വീറ്റും തമ്മിലുള്ള അളവ്, അവ ഒരു യു ഷേപ്ഡ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ റൈസിന്റെ അളവ് 1ാമത്തേതിൽ നിന്ന് 2ാമത്തേതിനെ കുറയ്ക്കുക, അതുപോലെ തന്നെ വീറ്റിന്റെ അളവ് 2ാമത്തേതിൽ നിന്ന് 1ാമത്തേത് കുറയ്ക്കുക. അതായത് ഇങ്ങോട്ട് താഴേക്ക് കുറയ്ക്കുക, ഇവിടുന്ന് മുകളിലേക്ക് കുറയ്ക്കുക. ഈ കുറച്ച് കിട്ടുന്ന 2 ഉത്തരങ്ങൾ തമ്മിൽ ഹരിക്കുക. അതാണ് MOC കാണുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇനിയിപ്പോൾ അത് അറിയില്ല എന്നുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് ബോർഡിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പോസിബിലിറ്റി കർവ് ആണ്, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതുമായി കണക്ട് ചെയ്യുന്ന കർവ്, അതിന്റെ ഷെഡ്യൂള്, അതുപോലെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇങ്ങനെ 3 ടോപ്പിക്കുകളാണ് പറഞ്ഞത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്, ഈ പരീക്ഷ മാത്രമല്ല നിങ്ങളുടെ വരുംകാല പരീക്ഷകളിൽ, അതായത് പബ്ലിക് എക്സാമിന് വരെ 100% ഉപകരിക്കുന്ന ടോപ്പിക്കാണ്. തീർച്ചയായും എല്ലാവരും ഷെയർ ചെയ്യാനും റിപ്പീറ്റ് ചെയ്ത് കാണാനും മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.